നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തെക്കുറിച്ചാണ്. അതായത് മൈസൂർ സിംഹം. സ്റ്റീഫൻ ഒലിവർ ഫോർട്ടും ജോൺ എഫ് ഗിൽമാർട്ടിനും ഭയത്തോടെയാണ് ആ കാര്യം പറയുന്നത്. ഭയങ്കരമായൊരു ടൈഗറിനെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നേരിടേണ്ടി വന്നത് ശ്രീരംഗപട്ടണത്ത് വെച്ച്. ഹൈദരാബാദ് നൈസാമിനെയും അതുപോലെ തന്നെ ടിപ്പു സുൽത്താനെയും തമ്മിൽ വേർതിരിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞെങ്കിലും ഹൈദരലി, ടിപ്പു എന്നിവരൊക്കെ മുഗൾ രാജാക്കന്മാരുടെ കൂടപ്പിറപ്പുകളാണ്. അവർക്കാണെങ്കിൽ ഈ പ്രധാനമായിട്ടും ഫ്രാൻസുമായിട്ട് നല്ല ബന്ധമാണ്. അങ്ങനെ അവർ ഫ്രാൻസുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതിനിടയിൽ ഇവർക്കാണെങ്കിൽ ഭയങ്കരമായ ബിസിനസ്സുകളാണ്. കേരളം വരെ, കൊച്ചി, കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിലൊക്കെ ഇവിടെയുള്ള രാജാക്കന്മാരിനെ ഒക്കെ ടിപ്പുവിനെതിരെ തരംതിരിക്കാനും ശത്രുക്കളാക്കാനും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കഴിഞ്ഞു. അതും പോരാഞ്ഞിട്ട് അവർ രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ടിപ്പുവിനെ വധിക്കാനും യുദ്ധമുണ്ടാക്കി ടിപ്പുവിനെ അവിടെ നിന്ന് ഓടിച്ചിട്ട് വധിക്കാനുള്ള എല്ലാ സംഭവവികാസങ്ങളും ക്ലിയറാക്കുകയും ചെയ്തു. പക്ഷേ ഈ ടിപ്പുവിനെ പെട്ടെന്നൊന്നും ഒതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ആദ്യമായിട്ട് മിസൈൽ സ്വന്തമായി ഉണ്ടാക്കി പരീക്ഷിച്ച ആളാണ് ടിപ്പു. ആർക്കെതിരെ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ. ഇന്ന് നമ്മൾ പെൻറ്റഗണിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചുമരിൽ തൂങ്ങുന്നൊരു ഫോട്ടോ കാണാൻ സാധിക്കും. ആ ഫോട്ടോ മൈസൂർ സിംഹത്തിൻ്റേതാണ്. ആ സിംഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ റോക്കറ്റും ഉണ്ട്. നാസയുടെ പ്രധാന ഓഫീസിലാണ് ഈ ഫോട്ടോ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ടിപ്പിനോടുള്ള ആദരവായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു നിസ്സാര സംഭവം അല്ല ടിപ്പു എന്ന് പറയുന്നത്. 1783 ടിപ്പുവിൻ്റെ നിർദ്ദേശപ്രകാരം സൈനുലാബ്ദീൻ സുസ്തിരി എഴുതിയ ഫത്തുൽ മുജാഹിദീനുകളുടെ വിജയം എന്ന പുസ്തകം, അതിലാണ് ഈ കൃതി വായിക്കുമ്പോഴാണ് 1750-കളിൽ മൈസൂർ രാജാവായിട്ടുള്ള ആളുമായിട്ട് ഈ മൈസൂർ സൈന്യത്തെ നേരിടാൻ വന്ന ബ്രിട്ടീഷുകാരെ റോക്കറ്റുകൾ ഉപയോഗിച്ച് തുരത്തിയത്. ഇവിടെ രണ്ടാം ആംഗ്ലോ മൈസൂർ 1780-1784 ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലിയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുമെതിരെ ഉണ്ടായ ഭയങ്കരമായ യുദ്ധം. ഈ യുദ്ധത്തിലാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിച്ചത്. ഇവർ സ്വയം വികസിപ്പിച്ചെടുത്ത റോക്കറ്റുകളാണ്. ഇത് വന്നിട്ട് പൊട്ടിയിട്ട് ബറ്റാലിയനൊക്കെ തവിട് പൊടിയായി കരിഞ്ഞു പോകുന്നതാണ് കണ്ടത്. പല മോഡലിലുമുള്ള റോക്കറ്റുകൾ ഇവരുണ്ടാക്കിയിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ യുദ്ധത്തിൽ ഒരു വടിയും വാളും കുന്തമൊന്നും ഉപയോഗിക്കാതെ റോക്കറ്റുകൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നത്. ഇവിടെ 1732 ശ്രീരംഗപട്ടണത്തിൽ ഉപരോധം
ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് സൈന്യവുമായുണ്ടായ യുദ്ധത്തിൽ റോക്കറ്റുകൾ ഉപയോഗിച്ചു. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ അവസാനത്തിലും മൈസൂർ കുഷൂണുകൾ എന്ന് പറഞ്ഞിട്ട് 200 പേരെ അവർ റോക്കറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ആയിട്ട് തയ്യാറാക്കി. അതുപോലെ 16ഉം 24ഉം കാലാൾപ്പടകൾ തയ്യാറാക്കി. ഇങ്ങനെ റോക്കറ്റുകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ച 10 അംഗീകരിച്ച പടയാളികളും ഉണ്ടായിരുന്നു. ഇവരിൽ 2000 റോക്കറ്റ് ഒറ്റയടിക്ക് യുദ്ധത്തിൽ പ്രയോഗിച്ച ആദ്യത്തെ ഒരു ഏറ്റുമുട്ടലായിരുന്നു ബ്രിട്ടീഷ് സേനയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. ഇവിടെയാണ് സ്റ്റീഫൻ ഒലിവർ ഫോർട്ടും ജോൺ ഓഫ് ഗിൽമാർട്ടിനും ഈ സംഭവം വിവരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഘോരമായ യുദ്ധമായിരുന്നു. ഒടുവിൽ പിന്നെ മൈസൂർ സിംഹത്തെ അവർക്ക് ചതിയിൽ ഉൾപ്പെടുത്തി കൊല്ലാനൊക്കെ സാധിച്ചെങ്കിലും കൂടിയിട്ട് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടത്തേണ്ടി വന്നത് ബ്രിട്ടീഷുകാർക്ക് ഈ പിന്നെ ടിപ്പു സുൽത്താനോട് ആയിരുന്നു. ടിപ്പു സുൽത്താൻ അതിഭയങ്കരമായ പോരാളിയായിരുന്നു എന്നുള്ളതാണത്. ഈ നിർമ്മാണ വിദ്യ വേറെ ആർക്കും അറിയുമായിരുന്നില്ല. പിന്നീട് ഒടുവിൽ ഇവർ പിന്നെ ബ്രിട്ടനിലേക്ക് തന്നെ തിരിച്ചു പോയി പല രാജ്യത്തു നിന്നും പലതരം ആയുധക്കോപ്പുകളൊക്കെ ആയിട്ട് വന്നിട്ട് അതേപോലത്തെ ആയുധങ്ങളുമായിട്ട് ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായി. എന്തായാലും ശരി, രാജ്യം പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയം. ടിപ്പു മരിച്ചോട് കൂടിയിട്ട് വളരെ സന്തോഷമായ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്ന് പിന്നീട് ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ അതിനെ അതിശക്തമായ രീതിയിൽ എതിരിട്ടൊരു പോരാളി എന്ന നിലയിൽ ഇന്നും ടിപ്പുവിൻ്റെ ഫോട്ടോ പെൻറ്റഗണിൻ്റെ ഓഫീസിൻ്റെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടാകും. അത് ആര് പോയാലും കാണാവുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമ്മൾ മേൽ പറഞ്ഞ മിസൈൽ ആദ്യമായിട്ട് റോക്കറ്റ് റിവേഴ്സ് എഞ്ചിനീയറിങ് മിസൈൽ ഉണ്ടാക്കിയിട്ട് ഈ യുദ്ധം നയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൈദർ അലിയും അതുപോലെ തന്നെ മകൻ ടിപ്പുവും എക്കാലത്തും ഈ ഇന്ത്യ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്താനുള്ള പിന്നെ തൻ്റെ ഇടവും ആക്രമോത്സുകതയും കാണിക്കുകയും ചെയ്തു. തന്നെയുമല്ല, പിറന്ന രാജ്യത്തിന് വേണ്ടി മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ടിപ്പുവിനെ പിന്നെ എവിടെയും അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനില്ല. എന്നതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചത്. ശരിക്ക് ഈ തീക്കുണ്ഠാരം ശത്രുക്കളുടെ മേൽ പോയി വീണ് പൊട്ടിത്തെറിക്കുന്നതായിട്ട് നമുക്ക് ശരിക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ ഞാൻ മേൽപ്പറഞ്ഞ ഇവരുടെ സ്റ്റീഫൻ ഒലിവർ ഫോർട്ടും ജോൺ ഓഫ് ഗിൽമാർട്ടിനും വ്യക്തമായിട്ട് അവരുടെ പുസ്തകത്തിലും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഇത് ഈ ചരിത്രം ഇവിടെ വളച്ചൊടിക്കപ്പെട്ടിട്ട് സ്കൂളിലൊക്കെ വെറുതെ ഒരു പേജിൽ 1-2 വാക്കിൽ മാത്രം ഒതുങ്ങി എന്ന് മാത്രം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.